ഒമ്പടി ഇല്ലേ രണ്ടാറുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മാഞ്ചേരിക്കാവിലെ കാളവേലയാണെന്ന് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് ഇപ്പോൾ പോകണോ അതൊരു 8 മണിയാകുമ്പോൾ 9 മണിയാകുമ്പോൾ പോയാൽ മതി എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും മഴ പെയ്യാണ്, ആ മഴയുടെ ഇടയിൽ മഴ പെയ്യാൻ പോവുകയാണ് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കടമ്പഴിപ്പുറം കൊങ്ങാട് അതുവരെ പോയിട്ട് വീണ്ടും തിരിച്ച് വന്ന് വൈകുന്നേരം 8 മണിയാകുമ്പോൾ വടംവലി പ്രാക്ടീസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും പോകണ്ടേ, 2 വട്ടം പോകണ്ടേന്ന് വിചാരിച്ച് ഡൗട്ട് അടിച്ചിരിക്കും. എന്നിട്ട് ചായ കുടിച്ച് കളയാൻ വിചാരിച്ചു. കടമ്പഴിപ്പുറത്തെ ചായക്കട, കടമ്പഴിപ്പുറം പള്ളിയുടെ നേരെ ഓപ്പോസിറ്റുള്ള അവിടുത്തെ ചായക്കട അവിടുത്തെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ചായക്കടയാണ്. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ചായ കുടിക്കലുണ്ട്. 8ഉം 10ഉം കടികളൊക്കെ ആളുമ്പോൾ തിന്നിട്ടൊക്കെ വരുന്നുണ്ട്. ഈ ചായക്കടികളുടെ പ്രത്യേകത എന്താ വെച്ചാൽ, എനിക്ക് സാധാരണ പുറത്തുനിന്നൊക്കെ ചായക്കടികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ചോരക്കുരു വരണ മാതിരി അല്ലെങ്കിൽ അത് ഛർദ്ദിക്കാൻ വരണ മാതിരിയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇവിടുന്ന് കഴിച്ചിട്ട് എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പം എന്നാൽ ആ ചായക്കട നമ്മൾ പോണ വഴി പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ ഈ വഴി വരുമ്പോൾ ഒന്ന് കയറി പോകാനുള്ള ഒരു പ്രചോദനം ആവട്ടെ വിചാരിച്ചിട്ടാണ്. കനകാമില്ലിൻ്റെ അടുത്താണിത് ചായക്കട ഉള്ളത്. ഇവിടെ പാർക്ക് ചെയ്യാനൊക്കെ, വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഇവിടെയൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ഷൈജുവാണ് ഉണ്ടായിരുന്നത്. ഞങ്ങളവിടെ പോയപ്പോൾ കടികളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ചൂട് കടികൾ കുറച്ചെണ്ണം ഞങ്ങൾ വാങ്ങി. അവസാനം 11 കടി എന്തോ ആയിട്ടുണ്ട് മൊത്തത്തിൽ. പിന്നെ ഒരു കാപ്പി ഞാൻ പറഞ്ഞു, അവനൊരു ചായയും ഒരു പറഞ്ഞിരുന്നു. ഞാൻ ചായ അങ്ങനെ കുടിക്കില്ല, ചായ കുടിച്ച് എനിക്ക് ഛർദ്ദിക്കാൻ പറ്റുന്നതായിട്ടുള്ള അവസ്ഥയാണ്. കാപ്പിയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ വെയിറ്റ് കുറയ്ക്കുന്ന ഒരു സമയത്ത്, എനിക്ക് വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് ഈ ചായക്കടികളൊന്നും ഇല്ലായിരുന്നു, ചായയും കാപ്പിയും ഒന്നും കുടിക്കലില്ലായിരുന്നു. പഞ്ചസാരയുടെ സംഭവങ്ങളൊക്കെ വളരെ കുറവുണ്ടായിരുന്നു. അത് മാത്രമല്ല, ചോറ് പോലും കഴിക്കണമെന്ന സമയത്ത് അത് ഒരു നേരമൊക്കെ ആയിട്ടൊക്കെയാണ് ചോറ് കഴിച്ചായിരുന്നു. ബാക്കി മൊത്തം മുട്ടയുടെ വെള്ളയും കുക്കുംബർ ഒക്കെയാണ് കഴിച്ചിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ഞാൻ കഴിച്ചു തുടങ്ങി. ഇപ്പോൾ അങ്ങനെ 70 കിലോയിലെത്തിയത്. ഞാൻ 83.5 കിലോ ഉണ്ടായിരുന്നു, 66 കിലോ വരെ താണു. വീണ്ടും ഞാൻ ഒരു 70 കിലോയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ 70, 71, 72 വരെയൊക്കെയാണ് എനിക്ക് അത്യാവശ്യം സമാധാനം കിട്ടുന്ന ഒരു വെയിറ്റ് പറയുന്നത്. അപ്പോൾ മാഞ്ചേരിക്കാവിക്ക് കാളവേലയ്ക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചൊരു പ്ലാനോടൊക്കെയാണ് നമ്മൾ കടമ്പുറത്തോട്ട് വേറെയും കുറച്ച് 1-2 പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും തിരിച്ച് വീട്ടിൽ പോയിട്ട് ബാത്റൂമിലൊക്കെ പോയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വടംവലിക്കൊക്കെ പോയിട്ടൊരു 9 മണിക്ക് മാഞ്ചേരിക്കാവിലേക്ക് പോവാം എന്നാണ് ഇപ്പോഴത്തെ ഒരു പ്ലാന്. അപ്പോൾ ഞാനും ഷൈജോ പോകുന്നുണ്ടാവും. പിന്നെ ഇവിടുത്തെ ചിക്കന്മാരും ഒക്കെ ചിങ്കിലുമണിയാണെന്ന് പറയുന്നത്, ചിക്കന്മാർ കലിപ്പന്മാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി മാഞ്ചേരിക്കാവിലേക്ക് രാത്രി പോകുന്നുണ്ടായിരിക്കും ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വഴി പോണ ആളുകളെ, അപ്പോൾ അങ്ങനെ ഞങ്ങൾ 11ാമത്തെ കടി എന്തോ തീർക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ കടമ്പഴിപ്പുറം വഴിയൊക്കെ പോണവരൊക്കെ ശ്രദ്ധിക്കുക, ഈ ചായക്കടയിലൊക്കെ ഒന്ന് കയറുക. അടിപൊളി.